क्षुद्व्याधिश्च चिकित्स्यतां प्रतिदिनं भिक्षौषधं भुज्यताम् स्वाद्वन्नं न तु याच्यतां विधिवशात् प्राप्तेन सन्तुष्यताम् शीतोष्णादिविषह्यतां न तु वृथा वाक्यं समुच्चार्यताम् औदासीन्यमभीप्स्यतां जनकृपा नैष्ठुर्यमुत्सृज्यताम् क्षुद्व्याधिश्च चिकित्स्यताम् प्रतिदिनं भिक्षौषधं भुज्यताम् स्वाद्वन्नं न तु याच्यताम् विधिवशात् प्राप्तेन सन्तुष्यताम् മുറിച്ചിട്ടൊന്ന് ചൊല്ലട്ടെ. വിധിവശാത് പ്രാപ്തേ ന സന്തുഷ്യതാം ശീതോഷ്ണാദിവിഷഹ്യതാം ന തു വൃഥാ വാക്യം സമുച്ചാര്യതാം ഔദാസീന്യമഭീപ്സ്യതാം ജനകൃപാ നൈഷ്ഠുര്യമുത്സൃജ്യതാം. ക്ഷുദ്വ്യാധിശ്ച ചികിത്സ്യതാം. ക്ഷുത്ത് വിശപ്പ്, വ്യാധി രോഗം, ച രണ്ടിനെയും വിശപ്പിനെയും രോഗത്തെയും ചികിത്സ്യതാം ചികിത്സിക്കണം. രോഗം ദേഹത്തിന് വന്നാൽ അത് ചികിത്സിക്കണം. വിശപ്പ് ദേഹത്തിന് വന്നാൽ ചികിത്സിക്കണം. ക്ഷുത് വ്യാധിരേവ, വിശപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വ്യാധിയാണ്, ചികിത്സിക്കണം. വിശപ്പാകുന്ന വ്യാധിയെ ചികിത്സിക്കണം. അപ്പൊ വിശപ്പാകുന്ന വ്യാധിയെ ചികിത്സിക്കണം, അല്ലെങ്കിൽ വിശപ്പും വ്യാധിയും ചികിത്സിക്കണം. ശ്രദ്ധിക്കുക. വിശപ്പ് ഒരു വ്യാധിയാണ്. വ്യാധിക്ക് ചികിത്സ ഉണ്ട്. ഔഷധ സേവനമുണ്ട്. ഔഷധം മാത്രയിലാണ് കഴിക്കുന്നത്, അമാത്രയിലല്ല. ഒരു രോഗം വന്നു, വൈദ്യര് പറഞ്ഞൊരു കഷായം കുടിച്ചോളൂ. ഒരു കുപ്പി കഷായം തന്നു ഒരു മാസത്തേക്ക്. എന്നാ വേഗം മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുടിക്കൽ പതിവില്ല, അതില്ല. മാത്രയിൽ കഴിക്കണം. ഇതുപോലെ വിശപ്പാകുന്ന രോഗം മാറുന്നതിനുള്ള ഔഷധമാണ് ഭക്ഷണം. അത് മാത്രയിൽ കഴിക്കണം. അത് നമുക്ക് അടുത്ത വാക്യം പറയുമ്പോൾ ശരി വിസ്തരിച്ച് പറയാം. എന്നാൽ ഇപ്പം അത്രയും മനസ്സിലാക്കുക, വിശപ്പും രോഗവും ദേഹത്തിന് വരുമ്പോൾ ചികിത്സിക്കണം. ഞാൻ ചികിത്സിക്കില്ല എന്ന് പറഞ്ഞിരിക്കാൻ പാടില്ല. കാരണം ഇതൊരു വാഹനം മാത്രമാണ് ഈ ശരീരം എന്നുള്ളത്. ഇത് പഞ്ചഭൂതങ്ങളുടെ സംഘാതമാണ്. ഭൂതസംഘാതമായതുകൊണ്ട് ചേർത്ത് വെച്ചതിനൊക്കെ തന്നെ തകരാറ് വരും. 5 ഭൂതങ്ങളെ ചേർത്ത് വെച്ചിരിക്കുക, എന്ത് ചേർത്ത് വെച്ചിട്ടുണ്ടോ അതിനൊക്കെ തകരാറുകൾ വരും. അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഉറപ്പിക്കുകയും പിടിപ്പിക്കുകയും ഒക്കെ വേണ്ടി വരും. ഏത് യന്ത്രമായാലും വേണ്ടതുപോലെ സർവീസ് ചെയ്യണം. അത് എത്ര കണ്ട് നമ്മൾ ഈ വ്യവഹാരം ചെയ്യുന്നുണ്ടോ ദേഹം കൊണ്ട്, അതിനനുസരിച്ചൊക്കെ അതിൽ തേയ്മാനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. ആർക്കായാലും രോഗങ്ങൾ വരും, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആർക്കായാലും രോഗങ്ങൾ വരും. സാധകന് രോഗം വരില്ല എന്ന് വിചാരിച്ചാൽ തെറ്റി. സാധക ഭാവത്തിൽ കഴിഞ്ഞ സിദ്ധനായ മഹാപുരുഷന് രോഗം വരില്ല എന്ന് പറഞ്ഞാൽ തെറ്റി. പലപ്പോഴും ലോകത്തിൽ അറിയപ്പെടുന്ന പല വിജ്ഞാനികളായ മഹാപുരുഷന്മാരും സാമാന്യ ലോക നിലവാരത്തിൽ ചിന്തിച്ചാൽ അതികഠിനങ്ങളായ സാധനാക്രമങ്ങളിലൂടെ ഒരു ഘട്ടത്തിൽ കടന്നു വന്നവരാണ്. ഒരു ഘട്ടത്തിൽ, അവരുടെ പ്രാഥമിക ഘട്ടങ്ങളിൽ.
ആ സാധനാക്രമം ഏൽപ്പിച്ച ഒരുപാട് പീഡകൾ ദേഹത്തിനുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്ക് അതിമാരകങ്ങളായ രോഗങ്ങൾ ദേഹത്തിന് വരും. പക്ഷെ സാമാന്യ ലോകത്തിന് ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. അവർ പറയും, കണ്ടോ അയാൾ വലിയ വിജ്ഞാനിയായിട്ട് അയാൾക്ക് രോഗം വന്നല്ലോ, അല്ലെ ദേഹത്തിന് രോഗം വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എത്രയോ വിദ്വാൻമാരെ കൂടെ താമസിച്ചിട്ടുള്ള ആൾക്കാർ പോലും തങ്ങളുടെ ഗുരുനാഥന് രോഗം വന്നപ്പോൾ അയ്യയ്യേ ഇത് ഗുരുവൊന്നും അല്ലാന്ന് തോന്നണോ, ഇയാള് രോഗം വന്നിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമികൾക്ക് 100 കൂട്ടം രോഗങ്ങളുണ്ടായിരുന്നു. ഒരുപാട് അന്തരംഗ ശിഷ്യന്മാർ പിന്മാറിയിട്ടുണ്ട്. പിന്നീട് സ്വാമിയായിട്ട് ബന്ധം വിച്ഛേദിച്ചു. ജീവചരിത്രത്തിലുള്ളതാണ്. ഇയാൾക്ക് പല രോഗങ്ങളാണ്. എന്ത്, ഇയാൾ യോഗിയല്ല, ഇയാൾ രോഗിയായിരിക്കുന്നു. രോഗിയായതുകൊണ്ട് ഇയാൾ യോഗിയല്ല. ഒരുപാട് പേര് വിട്ടിട്ടുണ്ട്. വിട്ടവരിൽ പ്രധാനികളുടെ ലിസ്റ്റ് വേണമെങ്കിൽ തരാം. കുറേ പ്രധാനികളുണ്ട്, വളരെ അടുത്തിടെ പഴകിയവർ. ഇതുപോലെ പല ആചാര്യന്മാരുടെയും. അതുകൊണ്ട് ഏതൊരാൾക്കും, ഏതവസ്ഥയിലുള്ള ആൾക്കും ദേഹത്തിന് രോഗം വരാം. വന്നാൽ എന്താ ചെയ്യേണ്ടത്? ചികിത്സിക്കണം. അതിനാണ് ശാസ്ത്രം. ഋഷീശ്വരന്മാർ ശാസ്ത്രം തന്ന കൂട്ടത്തിൽ ആയുർവേദം തുടങ്ങിയവ തന്നിട്ടുണ്ട്. ഇവിടെ ശാസ്ത്രത്തെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്, പ്രാചീന ശാസ്ത്രം ആധുനിക ശാസ്ത്രം എന്നൊന്നും വേർതിരിക്കാൻ പാടില്ല. അതിനേക്കാൾ വിഡ്ഢിത്തമുണ്ട്. ഈസ്റ്റേൺ സയൻസ്, വെസ്റ്റേൺ സയൻസ് എന്നൊക്കെ. ഇത്ര വലിയ വിഡ്ഢിത്തം വേറെ ഇല്ല. സയൻസിന് ഈസ്റ്റും വെസ്റ്റും ഒന്നുമില്ല. സയൻസ് സയൻസ്, അത്രയേ ഉള്ളൂ. ശാസ്ത്രം ശാസ്ത്രം. അതിന് ക്രമാനുഗതമായൊരു നൈരന്തര്യമാണ് ശാസ്ത്രത്തിനുള്ളത്. ഇന്നലെകളിൽ കടന്നുപോയ ആചാര്യന്മാരുടെ കണ്ടെത്തലുകൾ ഇന്നത്തെ ശാസ്ത്രകാരന്മാരുടെ വിചാരത്തിന്റെ അടിത്തറയാകുന്നു. അവിടെ നിന്ന് മുന്നോട്ട് പോകുന്നു. അതിൽ ഈസ്റ്റേൺ വെസ്റ്റേൺ, അതുപോലെ പ്രാചീന പ്രിമിറ്റീവ് സയൻസ്, മോഡേൺ സയൻസ് ഒന്നുമില്ല. പറയുന്നതുകൊണ്ട് യോജിപ്പില്ല, നമുക്ക് ഒട്ടും യോജിപ്പില്ല. ശാസ്ത്രത്തിനൊരു നൈരന്തര്യമുണ്ട്. ലോകത്തിന്റെ ഏത് ഭാഗത്തും ഏത് കാലത്തിലായാലും അതിൽ യുക്തിസഹമായത് നമുക്ക് ആശ്രയിക്കാം. അവിടുന്ന് മുന്നോട്ട് പോയിക്കോളും. അങ്ങനെ നോക്കുമ്പോഴാണ് അത്ഭുതകരമായിട്ടുള്ള പല പല ആചാര്യന്മാരുടെ വെളിപ്പെടുത്തലുകളെയും നമുക്ക് പരിചയപ്പെടാനും അവയുടെ മഹിമയെ അനുഭവിക്കാനും സാധിക്കുക. ഇന്ന് പലപ്പോഴും നമുക്ക് കണ്ടുവരുന്ന വലിയൊരു പ്രശ്നം, ഒരു സമ്പ്രദായത്തിൽ പോകുന്നവർ മറ്റൊരു സമ്പ്രദായത്തോട് അവജ്ഞ പാലിക്കുന്നു. വളരെയധികം ഉണ്ട്. വളരെ നിപുണന്മാരും വിദ്വാൻമാരുമായ ഒരുപാട് വൈദ്യന്മാര്, ആയുർവേദജ്ഞന്മാര്, അവർ തീർത്തും അലോപ്പതി സമ്പ്രദായത്തെ നിന്ദിക്കുന്നു. എത്രയോ അലോപ്പതി സമ്പ്രദായത്തിൽ പോകുന്ന പ്രഗത്ഭന്മാരായ ഡോക്ടർമാര്, പ്രൊഫസർമാര്, അവർ ആയുർവേദത്തെ നിന്ദിക്കുന്നു. 2 കൂട്ടരും വിവരമില്ലാത്തതുകൊണ്ടാണ്. വിവരമുണ്ടെങ്കിൽ ഒരിക്കലും പൂർവാചാര്യന്മാരെയോ ഒരു ശാസ്ത്രത്തെയോ നിന്ദിക്കില്ല. മറിച്ച് ആ ശാസ്ത്രത്തിലൂടെ അവർ കണ്ടെത്തിയ മഹിമ അതിനെ തിരിച്ചറിയാൻ സാധിക്കണം. നമ്മൾ അപഗ്രഥിക്കുന്ന രീതിയിൽ എല്ലാവരും അപഗ്രഥിച്ചോളണമെന്നില്ല. ഓരോ ശാസ്ത്രത്തിനും അതിൻ്റെ സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായത്തെ നമ്മൾ പഠിക്കണം. ഈ കാഴ്ചപ്പാട് ലോകത്തിനുണ്ടാവേണ്ട കാലം അതിക്രമിച്ചു. ഏറ്റവും വലിയ വിഡ്ഢിത്തം, പല സ്ഥലത്തും ഹോളിസ്റ്റിക് എന്നുള്ള രീതിയിലൊക്കെ പല സമ്പ്രദായങ്ങളെ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള ആശുപത്രികളും ചികിത്സാ കേന്ദ്രങ്ങളും ഉണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ പോയി പഠിച്ചാൽ അത്യബദ്ധത തോന്നുക. കാരണം അത് ഹോളിസ്റ്റിക് അല്ല, അതൊരു ക്ലസ്റ്ററാണ്. അതിൽ ആയുർവേദം ഉണ്ടാവും, ഹോമിയോ ഉണ്ടാവും, അല്ലെങ്കിൽ അലോപ്പതി ഉണ്ടാവും, യുനാനി ഉണ്ടാവും. പക്ഷെ ഹോളിസ്റ്റിക് അപ്രോച്ച് ഇല്ല, ഒരു ക്ലസ്റ്ററാണ്. അല്ലെങ്കിൽ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, പറയണത് ശരിയല്ലേ? അവിടെ സമഗ്രമായ വീക്ഷണം എന്ന് പറഞ്ഞാൽ ഏത് സമ്പ്രദായത്തിൽപ്പെട്ട, ഏത് പ്രദേശത്തിൽപ്പെട്ട, ഏത് കാലത്തിൽപ്പെട്ട ആചാര്യനായാലും മഹനീയമായ കണ്ടെത്തലുകളെ ഞാൻ സ്വീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. ആ ഒരു സമീപനം നമുക്ക് എടുക്കുമ്പോൾ അവിടെ നമുക്ക് ഈസ്റ്റേൺ സയൻസ് എന്നോ വെസ്റ്റേൺ സയൻസ് എന്നോ ഇല്ല, അല്ലെങ്കിൽ പ്രിമിറ്റീവ് സയൻസ് എന്നോ മോഡേൺ സയൻസ് എന്നോ ഇല്ല. ഉണ്ടെന്ന് ആര് പറഞ്ഞാലും അംഗീകരിക്കാൻ പറ്റില്ല. ശാസ്ത്രത്തിനൊരു നൈരന്തര്യമുണ്ട്. ഈ ശാസ്ത്രം അനുസരിച്ചുകൊണ്ട് നീ ചികിത്സിക്കൂ. ഏത് രീതിയും നമുക്കാവാം. യുക്തിയെ കൈവെടിയരുത്.
ഇത് ചിന്തിക്കുക, വളരെയധികം ചിന്തിക്കേണ്ടുന്ന വിഷയമാണിത്. ഇത് വേദാന്തപരമായി മാത്രമല്ല, ഇന്നത്തെ ലോകപരമായിട്ട് വളരെ ചിന്തിക്കേണ്ട വിഷയമാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് വിശപ്പ്, രോഗം, ഇവയെ നീ ചികിത്സിക്കൂ. അഥവാ വിശപ്പ് ഒരു രോഗമാണ്, അതിനെ നീ ചികിത്സിക്കൂ. എന്ത് ചെയ്യണം? പ്രതിദിനം ഭിക്ഷൗഷധം ഭുജ്യതാം. പ്രതിദിനം, ദിവസവും ഭിക്ഷൗഷധം ഭുജ്യതാം. ഭിക്ഷൗഷധത്തെ ഭുജിച്ചാലും. നേരത്തെ പറഞ്ഞു നിജഗൃഹാത്തൂർണം വിനിർഗമ്യതാം. സ്വന്തം വീട്ടിൽ നിന്ന് വേഗം പുറത്തു പോയാലും. ഇനിയിപ്പോ ശാപ്പാട് കഴിക്കുക എവിടുന്നാ? ശാപ്പാട് ഏതെങ്കിലും ഒരു ആത്മജിജ്ഞാസു ശാപ്പാട് കഴിക്കാണ്ട് മരിച്ചത് കേട്ടിട്ടുണ്ടോ? ഇല്ലോ? അല്ല, അറിയില്ല. ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ട് റിപ്പോർട്ട് കേട്ടിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇല്ല. ശാപ്പാട് കിട്ടാണ്ട് മരിക്കില്ല എന്ന് മാത്രമല്ല, ശാപ്പാട് കൂടുതൽ കിട്ടിയിട്ടുള്ള കുഴപ്പമേ ഉണ്ടാവുള്ളൂ. അതെ, ശാപ്പാട് കൂടിയിട്ടുള്ള കുഴപ്പമുണ്ട്. എവിടെ ചെന്നാലും ശാപ്പാട്. സ്വാമി ഒന്ന് കഴിച്ചു പോയിക്കോളൂ, സ്വാമി ഭക്ഷണം കഴിച്ചോളൂ കേട്ടോ. അല്ല, ഇതെന്താ നിനക്ക് എന്താ പത്ര നിർബന്ധം? ഞാൻ കഴിച്ചോളാം എന്നാ. എന്നാ കഴിച്ചു പോയിക്കോളൂ, സംശയമില്ല. അത് ലോക നിയമമാണ്. അവിടെ മതഭേദമൊന്നുമില്ല. ആര് സത്യാന്വേഷണത്തിന്റെ മാർഗത്തിൽ പോകണുണ്ടോ അവർക്ക് ശാപ്പാട് മുട്ടിയിട്ടില്ല, മുട്ടുകയില്ല. സംശയമില്ലാത്ത വിഷയമാണ്. നമ്മൾ ഭിക്ഷയാണ് അവിടെ. ഭിക്ഷൗഷധം, ഭിക്ഷയായിട്ട് ഔഷധത്തെ ഭുജിച്ചാലും, ഭിക്ഷയാകുന്ന ഔഷധത്തെ ഭുജിച്ചാലും. ഭിക്ഷ കിട്ടുന്നത് ഔഷധമാണ്, ചികിത്സയ്ക്ക് ഔഷധമാണല്ലോ. ക്ഷുദ്വ്യാധിയാണല്ലോ. അപ്പൊ ക്ഷുദ്വ്യാധിയാകുമ്പോൾ വ്യാധിക്ക് ഔഷധമാണ്. ഔഷധമായിട്ട് കഴിച്ചോളാം ഭിക്ഷ. ഔഷധത്തിന് മധുരം ഉണ്ടെന്ന് വെച്ചിട്ട് കൂടുതൽ കുടിക്കാറില്ല. ഔഷധത്തിന് കയ്പാണെന്നുള്ളത് കൊണ്ട് കുറച്ചും കുടിക്കാറില്ല. വൈദ്യര് പറഞ്ഞ മാത്രയിലാണ് ഔഷധം കുടിക്കുക. അതെ, നല്ല മധുരമുള്ളതാണ്, എന്നാൽ 1 ലിറ്റർ കുടിച്ചളയാം എന്നാരും വിചാരിക്കാറില്ല. അതുപോലെ വേണം ഭിക്ഷയാകുന്ന ഔഷധം. ഇത് ശ്രദ്ധിക്കണം. ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല, അല്ലേ? അതെ. അതുകൊണ്ട് ഭക്ഷണത്തിൽ നിയമനം വേണം. അമിതാഹാരവും വേണ്ട, അല്പാഹാരവും വേണ്ട. പ്രാപ്തമാകുന്നത് കഴിച്ചോളാം. എല്ലാം ഭിക്ഷയായിട്ട് കിട്ടുന്നതാണ്, കഴിച്ചോളൂ. ഔഷധമായിട്ട് കഴിച്ചോളണം. എല്ലാം ഭിക്ഷയായിട്ട് കിട്ടണം, അത് വാരി വലിച്ച് കഴിക്കാൻ അത് ഔഷധമാണ്. ഔഷധം മാത്രയിലാണ്. അവിടെ വൈദ്യൻ മാത്ര എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ ഭക്ഷണ വിഷയത്തിൽ നമ്മുടെ ഉള്ളിലൊക്കെ വൈദ്യനുണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. മതി പറയും, പിന്നെ സ്വാദുകൊണ്ട് കഴിക്കുക ചെയ്യുക. അത് രോഗകാരനാവും, ഇല്ലേ? ഇല്ല. അതെ, എല്ലാവരും ഉള്ളിലും വൈദ്യരുണ്ട്. അവന് മാത്രം അറിയാം മതി, പിന്നെ സ്വാദല്ലേ ഒരു കഷ്ണം കൂടി കഴിക്കാം മതിന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. എന്നിട്ട് ഒരു കഷ്ണം കൂടി കഴിക്കാവുന്ന, ആ കഷ്ണം ഭാരമാണ്, അത് നല്ലതല്ല. അതുകൊണ്ട് ഭക്ഷണത്തെ ഔഷധമായി കണക്കാക്കി നീ കഴിക്കൂ. ഭിക്ഷൗഷധം ഭുജ്യതാം. അങ്ങനെ ഭിക്ഷാടനം ചെയ്ത് അന്നം കഴിക്കൂ. നിർബന്ധമാണ് ഭിക്ഷാടനം കുറച്ചെങ്കിലും ജീവിതത്തിൽ ചെയ്യണം എന്നുള്ളത്. അഹങ്കാരം, ഇതൊക്കെ ഇപ്പൊ നേരത്തെ ശാസ്ത്രവിചാരം ചെയ്തിട്ടേ ഉള്ളൂ. അത് അനുഭവത്തിലേക്ക് വരണമെങ്കിൽ പ്രായോഗികമായിട്ട് ആ മാർഗത്തിൽ ജീവിക്കണം. മഹാരാജായിട്ട് ജീവിച്ചാൽ ശരിയാവില്ല. സ്വാമി ചിദാനന്ദപുരി മഹാരാജ് ആശ്രമത്തിൽ ജീവിച്ചുകൊണ്ട് കാര്യമില്ല. അതിന് മുമ്പ് ഒരു കറക്കമൊക്കെ കറങ്ങി ഭിക്ഷാടനമൊക്കെ ചെയ്തിരിക്കണം. ഇത് വലിയ കുഴപ്പമാണ്. മറ്റൊരു ഒരുപാട് സ്കോളർമാരുണ്ടാവുമായിരിക്കാം, വേദാന്തം പഠിപ്പിക്കുന്ന ഒരുപാട് സ്കോളർമാരുണ്ടാവും, ഇല്ല എന്ന് പറയണില്ല. പക്ഷേ
ഭിക്ഷാടനത്തിന്റെ മാർഗത്തിലൊക്കെ ജീവിക്കണം. ഭിക്ഷാടനം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, ഞാനൊരു ആശ്രമമാണ്, സാമാന്യം തെറ്റില്ല, ചീത്തപ്പേരൊന്നും നാട്ടിലില്ല. അപ്പൊ പിന്നെ ഞാനൊരു വീട്ടിൽ പറയായി, നാളെ ഞാൻ അവിടെ ഭിക്ഷയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. അവരെന്താ ചെയ്യുക, പലവിധ സാധനങ്ങളൊക്കെ ഒരുക്കി കാലുകഴുകാൻ വെള്ളം പുറത്ത് വെച്ച് സ്വാമിയെ സ്വീകരിച്ച് ഇരുത്തി കഴിക്കൂ കഴിക്കൂ പറഞ്ഞ് കഴിപ്പിക്കാൻ ആൾക്കാരുണ്ടാവും. അത് ഭിക്ഷയല്ല, അത് ഭിക്ഷാടനായിട്ട് കൂട്ടില്ല. അതിന് പോയി പോയി ഇത്ര ഉറുപ്പ്യാന്ന് വരെ ഉണ്ട്. ചിദാനന്ദപുരി സ്വാമി വന്ന് ഭിക്ഷ കഴിക്കണമെങ്കിൽ ഇത്ര ഉറുപ്പ്യ ദക്ഷിണ വേണമെന്ന് വരെ ഉണ്ട്. കാലത്തിൻ്റെ ഒരു പോക്കേ. അതെ, എന്താപ്പോ അതെ, ചിദാനന്ദപുരി സ്വാമി നിങ്ങളെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ രഹസ്യമായിട്ട് ഇത്ര ഉറുപ്പ്യ തന്നോളണം. നേരിട്ട് തന്നോളണം എന്നില്ല, അത് ഏജന്റ് അടുത്ത് കൊടുത്താലും മതി. സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തരാൻ ഏജന്റുമാരും ഉണ്ട്. കാലത്തിൻ്റെ ഒരു പോക്കെന്നല്ലാണ്ട് എന്താ പറയുക, വേറൊന്നും പറയാനല്ല. കലിയുടെ വിളയാട്ടം തന്നെ, വേറൊന്നുമല്ല. അതൊന്നും ഭിക്ഷയല്ല. ഭിക്ഷ പറഞ്ഞാൽ അനികേതനായിട്ട് സഞ്ചരിക്കുന്നു, സഞ്ചരിക്കുന്ന വഴി വിശപ്പ് വരുന്നു, ചോദിക്കുന്നു. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. ചിലപ്പോൾ ആട്ടിപ്പായിക്കും, ചിലപ്പോൾ സുഖസമൃദ്ധമായത് കിട്ടും. പല അനുഭവങ്ങളുണ്ടാവും, പറയാൻ പറ്റില്ല. അത്ര അനുഭവങ്ങളിലൂടെ കടന്നു വരണം. അപ്പോഴേ മനസ്സിലാവുള്ളൂ ഞാൻ പഠിച്ചത് എനിക്ക് ഉറച്ചിട്ടുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ഈ പഠിച്ചത് ഉറച്ചിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഇപ്പോൾ നമ്മളുള്ളിൽ അസൂയ ഉണ്ടോ, നമ്മളിൽ കുശുമ്പുണ്ടോ, നമ്മളുള്ളിൽ ഈർഷ്യയുണ്ടോ, ക്രോധമുണ്ടോ, കാമുണ്ടോ, എങ്ങനെയാ ഇപ്പോൾ തിരിച്ചറിയുക? സാഹചര്യം വരുമ്പോഴല്ലേ അറിയുള്ളൂ. സാഹചര്യം വരാണ്ടിരിക്കുമ്പോൾ അറിയോ? ഒരിക്കലും അറിയില്ല. അതുകൊണ്ട് ഈ പഠിച്ചതായ വിദ്യ എത്ര കണ്ട് തന്നിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്ന് അറിയണമെങ്കിൽ അതിനുള്ള ജീവിതക്രമത്തിലൂടെ മുന്നോട്ട് പോകണം. അതുകൊണ്ട് നിർബന്ധമാണ് ഭിക്ഷാടനം. ഞങ്ങളൊക്കെ ഇപ്പോൾ നാളെ ഭിക്ഷയ്ക്ക് പോകണമെന്നാ പറയണത്. നിങ്ങളോടല്ലല്ലോ ഈ പറഞ്ഞത്. തൂർണം വിനിർഗമ്യതാം നിജഗൃഹാത് എന്ന് പറഞ്ഞില്ലേ, വീട്ടിൽ നിന്ന് പോയിക്കോളണം. അങ്ങനെ വീട് വിട്ടവരോടായി പറഞ്ഞതെന്ന് കൂട്ടിയാൽ മതി. ഇനി അവനവൻ്റെ വീട്ടിൽ തന്നെ ഭക്ഷണം കഴിക്കണത് ഭിക്ഷയായിട്ട് കഴിച്ചാൽ നല്ലതാ. ശ്രദ്ധിക്കണേ, അവനവൻ്റെ വീട്ടിൽ നിന്ന് അടിവരട്ട് പറയാണ്, അവനവൻ്റെ വീട്ടിൽ നിന്ന്, എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഭിക്ഷയാണെന്ന് വിചാരിച്ച് കഴിച്ചാൽ നന്നായി. വ്യക്തമാണല്ലോ പറഞ്ഞതിൻ്റെ അർത്ഥം, മനസ്സിലായോ? ശ്രദ്ധിച്ചാൽ നല്ലത്. എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭർത്താവാണ്, അതെനിക്ക് തന്നോളണം, അതൊന്നും നടപ്പില്ല. കിട്ടണേ മെച്ചമെന്ന് വിചാരിച്ചിട്ട് കഴിച്ചോളൂ തന്നെ. എന്താ സംശയം? ധാരാളം ധനമൊക്കെ സമ്പാദിക്കാൻ ശേഷിയുണ്ട്, എല്ലാം വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല ഭർത്താവിനും അല്ലെങ്കിൽ ഭാര്യയ്ക്കും കുട്ടികൾക്കും എന്ന് വെച്ചാൽ ഒക്കെ നല്ല സമയത്തിനൊക്കെ കിട്ടി വരും. അല്ലെങ്കിൽ കൃത്യസമയത്തിനാണ് കിട്ടുക, അവർ നിശ്ചയിക്കുന്ന സമയത്തിന്. ഇത്ര മണിക്ക് എന്നാ കൊടുത്തോളണം, 5 മിനിറ്റ് സമയം കഴിഞ്ഞ് പോയാൽ കിട്ടില്ല. ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടോ? ഇവിടെ ഇരിക്കണവർക്കൊന്നും ഇതില്ല കേട്ടോ. പൊതുവെ ലോകത്തിൻ്റെ ഒരു നിലവാരമായി പറഞ്ഞത്. അതെ, അതുകൊണ്ട് എവിടെ നിന്നാണെങ്കിലും ഭിക്ഷയാണെന്ന് വിചാരിച്ചോളാം. ഭഗവാൻ തരുന്ന അല്ലാണ്ട്, തന്നാൽ കഴിക്കാന്നല്ലാണ്ട് ആർക്കെങ്കിലും സാധിക്കുമോ? 1 കോടി രൂപ പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. സകല സാധനങ്ങളും, അരിയും പച്ചക്കറിയും പാചകം ചെയ്യാനുള്ള ഉപഘടകങ്ങളും എല്ലാം വീട്ടിലുണ്ട്. ഭക്ഷണം കഴിക്കാൻ പറ്റിക്കൊള്ളണമെന്നുണ്ടോ? കൈ പൊങ്ങോ? വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും. തൊണ്ടയിൽ കൂടെ ഇറക്കാൻ പറ്റുമോ? ഇല്ല. വിശപ്പുണ്ടാവും, കത്തിക്കാളുന്നത്. ഇതൊക്കെ ഒരു സെക്കൻഡ് മതി ഇങ്ങനെയൊക്കെ ആവാൻ. അപ്പം നമുക്ക് എപ്പോൾ കിട്ടണവും ഭിക്ഷയാന്ന് വിചാരിച്ചോളാം. ഭഗവാൻ തരുന്ന ഭിക്ഷയാണെന്ന് വിചാരിച്ച് കഴിച്ചോളാം. ഓരോ നേരവും ഭക്ഷണം കഴിക്കുമ്പോൾ ഭഗവാനെ ഇതാ തന്നു, കഴിഞ്ഞു, ഈ നേരം തന്നുവല്ലോ എന്ന് വിചാരിച്ച് കഴിച്ചാൽ നല്ലത്. അപ്പോൾ അത് യജ്ഞമായി കഴിഞ്ഞു. അല്ല ഞാനത് കഴിക്കും, ഞാൻ ഈ വിഭവം കഴിക്കുന്നൊന്നും ആരും സങ്കല്പിക്കേണ്ട. 1 സെക്കൻഡ് വേണ്ട ഇതൊന്നും ഇല്ലാണ്ടാവാൻ. 1 സെക്കൻഡ് വേണ്ട. പോണോ? എന്താ അഭിപ്രായം? വേണ്ട.
അത് ഓർമ്മിച്ചാൽ നല്ലത്. അതുകൊണ്ട് നമുക്ക് എപ്പം കിട്ടണ ഭക്ഷണം എൻ്റെ ഭാര്യ ഉണ്ടാക്കി തരികയാണെങ്കിലും എൻ്റെ ഭർത്താവ് ഉണ്ടാക്കി തരികയാണെങ്കിലും ഓർമ്മിച്ചോളൂ, ഭഗവാൻ തരുന്നതാ. തന്നാ തിന്നാം, തന്നില്ലെങ്കിൽ തിന്നാൻ പറ്റില്ല. തന്നു, കയ്യിൽ വാങ്ങിച്ചു, എന്നാലും കഴിപ്പിച്ചാലേ കഴിക്കാൻ പറ്റൂ. ഈ ഒരു ധാരണ ഉണ്ടെങ്കിൽ നല്ലത്. ഒരു നിമിഷം ചിന്തിച്ചാൽ എല്ലാവർക്കും അത് മനസ്സിലാവും. ഭിക്ഷൗഷധം ഭുജ്യതാം. അപ്പം അത് എല്ലാവരോടുമുള്ള ഉപദേശമാണ്. അങ്ങനെ രണ്ട് രീതിയിലും അർത്ഥം പറഞ്ഞു. ആദ്യം സന്യാസിക്കുള്ള ഉപദേശമെന്ന് പറഞ്ഞു, പിന്നെ എല്ലാവർക്കും ഉള്ള ഉപദേശം പറഞ്ഞു. ശ്രദ്ധിക്കുക. അങ്ങനെ ഭിക്ഷാടനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. എന്താണത്? സ്വാദ്വന്നം നതു യാച്യതാം. സന്യാസിക്കുള്ള നിയമമാണ്, എല്ലാവർക്കും ഉള്ള നിയമമാണ്. ആദ്യം സന്യാസിക്കുള്ളത്, പിന്നെ എല്ലാവർക്കും ഉള്ളത്. സ്വാദ്വന്നം നതു യാച്യതാം. സ്വാദുള്ള അന്നം യാചിക്കാൻ പോവരുത്. ഭക്ഷണം ചോദിക്കുന്നു, തരുമോ? വല്ലതും തരണേ. സ്വാദുള്ള എടുത്തോളൂ കേട്ടോ. അതില്ല. എന്താ കിട്ടണ വെച്ചാൽ സന്തോഷം. എന്താ കിട്ടണ വെച്ചാൽ സന്തോഷം. എന്തൊക്കെ കിട്ടും പറയാൻ പറ്റില്ല. തല്ലും കിട്ടും ചിലപ്പോ. അതെ, പല ജാതി കിട്ടൽ കിട്ടും. നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാന്നുള്ളത്. അപ്പൊ കഴിക്കേണ്ടതില്ലാത്തത് തന്നാലോ? കഴിക്കേണ്ട, എണീറ്റ് പോവാലോ. സ്നേഹപൂർവ്വം ഇത് ഞാൻ കഴിക്കില്ല കേട്ടോ പറഞ്ഞിട്ട് എണീറ്റ് പോവാം. യാചിക്കരുത്. വ്യക്താണല്ലോ ഇല്ലേ? സ്വാദ്വന്നം നതു യാച്യതാം. ഒരു സ്ഥലത്ത് അങ്ങനെ ഇരിക്കുന്നു. വിശന്നിട്ടും വയ്യ, ഒന്നിനും വയ്യ. ചാപ്പാട് കഴിച്ചിട്ടൊക്കെ കുറേ ആയി. അപ്പോൾ പരിചയപ്പെട്ട 2-3 സ്വാമിയന്മാരുണ്ട്. സ്വാമി, ഇന്ന സ്ഥലത്ത് സ്വാമിമാർക്ക് നല്ല ചാപ്പാട് കൊടുക്കുന്നുണ്ട്. പോവാം അവിടേക്ക്. നല്ല ചാപ്പാട് കൊടുക്കുന്നുണ്ട്, നല്ല സ്വാദുള്ള ഭക്ഷണം. കല്യാണമാണ്, കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുക സാധുക്കൾക്ക്. എന്നാ പോവാലോ. ഭക്ഷണം പ്രത്യേകിച്ച് നല്ല വിഭവങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ പോവുകയാണ്. പോയി അപ്പോൾ കുറച്ച് പേരെ ഇരുത്തി. അപ്പുറത്ത് അങ്ങനെ വിളമ്പല് നടക്കണ്ട്, കൊടുക്കല് നടക്കണ്ട്. ഇങ്ങോട്ടാരും വരുന്നില്ല. നമുക്ക് കിട്ടൂലെന്നുണ്ടോ? കിട്ടും, കിട്ടാതിരിക്കില്ല. കുറെ നേരം കഴിഞ്ഞ ഒരാൾ വന്നു. എന്തെങ്കിലും ഇവിടെ ഇരിക്കണം, എണീറ്റ് ഓട്. ഈ ഭക്ഷണത്തിന് വിശേഷം എന്താ വെച്ചാൽ, വിശന്ന് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഭക്ഷണം ഇപ്പം കഴിക്കുന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ വിശപ്പ് കൂടും. ദഹനേന്ദ്രിയ വ്യവസ്ഥയൊക്കെ ഒന്ന് തയ്യാറാവുമ്പോൾ അവനെ സ്വീകരിക്കാൻ വേണ്ടി ദഹനരസങ്ങളൊക്കെ ഇല്ലെങ്കിൽ തന്നെയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ വിശപ്പൊക്കെയാണ് വന്നപ്പോഴാണ് എണീറ്റ് ഓടാൻ പറഞ്ഞത്. ഓടല്ലാണ്ട് വഴിയുണ്ടോ? അവരുടെ സ്ഥലമല്ലേ. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഓടി. പുറത്തേക്ക് പോയപ്പോണ്ട്, അയ്യോ മഹാരാജ് എന്താ പോണത്? എങ്ങോട്ടാ പോണത്? ഞങ്ങൾ പോകാൻ പറഞ്ഞു. അതുകൊണ്ട് പോവാൻ. അയ്യോ വരും, സന്യാസിമാരെവിടുന്ന് ഭക്ഷണം കൊടുക്കാണ്ട് വിടുകയെ, മഹാപാപം ഈ ഗൃഹത്തിലുണ്ടാവില്ലേ, വരും, ഇരിക്കോ. ഓ ശരി, എന്നാ പിന്നെ കിട്ടുന്ന ലക്ഷണം തന്നെയാണ്. എന്നാ പോവാം, രണ്ടാമതും പോവായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞു വേറൊരാൾ വന്നു. ഉഗ്രപ്രതാപിയാണ്. എന്താ നിങ്ങളിവിടെ ഇരിക്കണത്? ഞങ്ങൾ ഭക്ഷണം കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പോഴാ വിടുന്ന പോവല്ലാണ്ട് വഴിയുണ്ടോ? അവരല്ലേ പറയണത്. പോയി. അപ്പൊ വേറൊരാൾ വീണ്ടും ഇതുപോലെ നാടകത്തിലെ സിനിമയിലൊക്കെ ഉള്ള പോലെയാണ്. വരും. അയ്യോ സന്യാസിമാർ വന്നിട്ട് ഭക്ഷണം കഴിക്കാതെ പോകും. അവനെന്തോ അവിവേകം പറഞ്ഞതായിരിക്കും. ഇന്നത്തെ ചെറുപ്പക്കാരെ പറ്റി നിങ്ങൾക്ക് അറിയില്ലേ? അവരൊക്കെ അവിവേകികളാണ്. അതുകൊണ്ട് ദയവ് ഇത് വന്ന് ഇരിക്കണം. എന്താ വേണ്ടു? പരസ്പര ആലോചനയായി. ഭക്ഷണമല്ലേ കിട്ടുക വെച്ചാൽ പിന്നെ എന്തിനാ, നമുക്ക് നാണോ മാനോ ഇല്ലല്ലോ, പോയി ഇരിക്കുക തന്നെ ഇരുന്നു. അപ്പോഴാണ് ഒരു കൊച്ചു വന്നത്. മറ്റത് വെജിറ്റേറിയനൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോ എന്താണുള്ളത്? ഇനി മട്ടനുണ്ട്. അയ്യോ അത് വേണ്ട, എന്നാ ഞങ്ങൾ പോയി വരാം. എന്നാ പിന്നെ അതാ നല്ലത്. ഇങ്ങനെയൊക്കെയാ സ്ഥിതി. ഇത് കഥയാന്ന് വിചാരിക്കരുത്. ഇത് കഥയല്ലത്, അനുഭവമാണ്. ഇനി മട്ടനുണ്ട്, മട്ടൻ കഴിച്ചോളൂ. അതിൽ ഒരാൾക്ക് താല്പര്യമുണ്ട്, കഴിച്ചാൽ തരക്കേടില്ല. അയാൾക്ക് ഇരുന്ന് കഴിക്കാനും വിരോധമില്ല. അയാൾ കഴിക്കേണ്ടെന്ന് ആര് പറഞ്ഞു? ഇനി അയാളെ നമ്മൾ കളിയാക്കരുത്. അയാളെ നമ്മൾ ഇവിടെ ഇരുന്ന് കളിയാക്കാൻ നമുക്ക് നല്ലോണം കഴിയും. കാരണം നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അത് ശ്രദ്ധിക്കുക. അപ്പോ ഇത്തരം അനുഭവങ്ങളിലൂടെ നമ്മൾ
കടന്നു പോകുമ്പോൾ അപ്പോഴാണ് ഈ പഠിച്ചതും ജീവിതമൊക്കെ തുലനം ഉണ്ടാവുക, അല്ലെങ്കിൽ ഉണ്ടാവില്ല. നമ്മളിപ്പോൾ സ്വാമിയെ പറ്റി പറഞ്ഞില്ലേ, അപ്പോൾ പറഞ്ഞ നിമിഷം അയാൾ പോയിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഒരു സ്വാമിയാർ കിടക്കുകയാണ്, അദ്ദേഹം പോയിട്ട് ആ സമയത്ത് തന്നെയാണ് പോയിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ ഇവിടെ ആ സമയത്ത് പറഞ്ഞത്. സന്തോഷമായി, നന്നായി. അപ്പോൾ പറഞ്ഞതിൻ്റെ വിഷയം, ഈ സാധനാമാർഗത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഭിക്ഷൌഷധം, ഔഷധമായിട്ട് ഭിക്ഷ കഴിക്കുന്ന സമയത്തും സ്വാദ്വന്നം യാചിക്കാൻ പോയാൽ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടാവും. സ്വാദ്വന്നം യാചിക്കാൻ പോയതാണല്ലോ, അവിടെ കല്യാണപ്പോരെ ആയതുകൊണ്ട് സ്വാദുള്ള കിട്ടുമെന്ന് യാചിച്ചിട്ടാണല്ലോ അങ്ങോട്ട് പോയത്. ചിലപ്പോൾ ഈ ഹാളിൽ ഇരുന്ന് നിങ്ങൾ സ്വാമിക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ ജീവിത യാത്രയിലുള്ളതാണ്. അതിലൂടെയാണ് ഇങ്ങനെ പാകപ്പെട്ട് പോണത്. അന്ന് ചിദാനന്ദപുരി സ്വാമിയൊന്നും അല്ല, ദീക്ഷയ്ക്ക് മുമ്പുള്ള കാലമാണ്, ചുറ്റിയടിക്കണ കാലമാണ്. ശ്രദ്ധിക്കുക, തമാശയല്ല ഇതൊന്നും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഭിക്ഷാടനം, നമ്മൾ സ്വാദുള്ളതൊന്നും യാചിക്കില്ല, കിട്ടിയ കഴിക്കാൻ തയ്യാറാണ്. പക്ഷേ സ്വാദുള്ള കിട്ടിയാലോ ഒരു പ്രശ്നമില്ല, കഴിച്ചോളാം സുഖമായിട്ട്. പ്രാപ്തേന സന്തുഷ്യതാം, പ്രാപ്തമായതിനെ കൊണ്ട് സന്തോഷിച്ചോളൂ. ചിലപ്പോൾ നല്ല സ്വാദുള്ള കിട്ടി വരും, എന്ത് വേണം, സന്തോഷിച്ചോളുക. ചിലപ്പോൾ സ്വാദുള്ള കിട്ടിയില്ലേ വരും, എന്നാലോ സന്തോഷിച്ചോളുക. സന്തോഷത്തിന് ഒരു കുറവുമില്ല. വ്യക്തമാണല്ലോ. അപ്രാർത്ഥിതമായിട്ട് അയാചിതമായിട്ട് ലഭിച്ച സ്വാദ്വന്നത്തിൽ നിന്ദ പാടില്ല. ഇത് സ്വാദുള്ള തന്നെയാണോ, അത് ഞാൻ കഴിക്കില്ല എന്ന് പറയാൻ പാടില്ല. കിട്ടിയതിനെ കൊണ്ട് സന്തോഷിച്ചോളുക. വ്യക്തമാണല്ലോ. ഇതിനേക്കാൾ നല്ല അർത്ഥം വേറെ പറയാം. പ്രാപ്തേ, പ്രാപ്തമായാൽ ന സന്തോഷ്യതാം, സന്തോഷിക്കാൻ പോണ്ട, കഴിച്ചാൽ മതി. കാരണം സ്വാദുള്ളത് കിട്ടിയിട്ട് സന്തോഷിച്ചാൽ പിന്നെ സ്വാദുള്ളത് കിട്ടാനുള്ള ത്വര ഉണ്ടാവും. എന്തിനത്? സ്വാദുള്ളത് കിട്ടി, ആയിക്കോട്ടെ, സന്തോഷം. സ്വാദുള്ളത് കിട്ടിയില്ല, സന്തോഷം, ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് പ്രാപ്തേ ന സന്തോഷ്യതാം, പ്രാപ്തേ സതി ന സന്തോഷ്യതാം. പ്രാപ്തമായതിൽ സ്വാദ്വന്നം പ്രാപിച്ചാൽ സന്തോഷിക്കാൻ പോണ്ട. സപ്തമിയില്. തൃതീയയില് പ്രാപ്തേന, പ്രാപ്തമായതിനെ കൊണ്ട് സന്തോഷിച്ചോളൂ. അതിലിപ്പോ നമുക്ക് എന്താണ് പ്രാപ്തമാവണത് അതുമായിട്ട് ജീവിച്ചോളൂ, അല്ലാണ്ടത് വേറെ ഒന്നുമില്ല. ഇതാണ് ജീവിതം. ഈ സ്വാദ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഒരു സങ്കല്പമാണ്. ഒരു രസികനെ കണ്ടത് ഓർമ്മിക്കുകയാണ്. ഇയാൾക്ക് മൂക്ക് കൂടെ കുഴലിട്ടിട്ടാണ് ആഹാരം. എന്നിട്ട് സ്വാമി ദുഷ്ടൻ രസികൻ എന്ന് പറയണു. അല്ല, ആരായാലും ശരി, ഒരു നേരം പോക്ക് തോന്നിയാപ്പോൾ നേരം പോക്ക് തന്നെയാണല്ലോ. അപ്പം എന്താ സംഭവം വെച്ചാൽ ഇദ്ദേഹത്തിന് തീരെ വയ്യ, വായി കൂടെ കഴിക്കാൻ പറ്റില്ല. എന്നിട്ട് മൂക്ക് കൂടെ കുഴലിട്ടിട്ട് ഇവിടെ അകത്തേക്കാണ്. എന്നിട്ട് ഇയാൾക്ക് രാവിലെ ഇഡ്ഡലിയും ചട്നിയും വേണമെന്ന്. ഈ ചട്നിയുടെ രുചി അയാൾക്ക് അറിയോ? അറിയില്ല. കാരണം നാവിൻ്റെ അഗ്രഭാഗത്ത് ഏറി വന്ന ഒരു 1.5 സെൻറ്റിമീറ്റർ അത്രയേ ഉള്ളൂ ഈ രുചി അറിയുന്ന മൂളങ്ങൾ. അതിൻ്റെ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഒരു രുചിയില്ല. എന്നാൽ ഇന്നെ പോഷക അയാൾക്ക് വേണം, അതുകൊണ്ട് ഇന്ന് ആഹാരമായ കടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ശരിയാ. ശരി, തേങ്ങയിൽ ഇന്നത്തെ ഗുണമുണ്ട്, അതുകൊണ്ട് തേങ്ങ അരച്ച് കൊടുത്തോളൂ പറഞ്ഞാൽ ശരിയാണ്. പക്ഷെ ചട്നിയായിട്ട് തന്നെ വേണം. രുചിയൊക്കെ അറിയോ? ആ സങ്കല്പമാണ് സ്വാദ്. അവിടെ ഇത് കിട്ടിയില്ലാത്ത ആൾ വലിയ പ്രശ്നം ഉണ്ടാക്കും. ഒരു പ്രാവശ്യം അയാൾക്കത് ഭാര്യ കൊടുക്കാത്തതുകൊണ്ട് പിടിച്ചു വലിച്ചു മൂക്കിൻ്റെ അടക്കം, എന്നിട്ട് ഇൻഫെക്ഷനായി. തമാശയാന്ന് വിചാരിക്കരുത്, ഉള്ള സത്യമാണ് ഈ പറയണത്. അപ്പൊ ഈ സ്വാദ് എവിടെയാ സ്വാദ് കിടക്കുന്നത്? നാവിലാണോ മനസ്സിലാണോ? മനസ്സിൽ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രാപ്തമായതിൽ സന്തോഷിച്ച് കഴിഞ്ഞോളുക. ഇതാലോചിച്ചാൽ നല്ലത്. നമ്മളൊക്കെ വീട്ടില് ഈ സ്വാദിന്റെ പേരിൽ എത്ര ലഹളയും ബഹളവും ഉണ്ടാക്കണോ? ഇക്കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല, എന്നാലും പുറമേയുള്ള ജനങ്ങൾ അങ്ങനെയാണ്.
ചെറിയ രുചി ഒന്ന് അല്പം മാറുമ്പോഴത്തേക്ക് മുഖം വീർപ്പിക്കും, ഭാര്യനോട് ഭർത്താവ്, ഭർത്താവിനോട് ഭാര്യ. അതൊക്കെ പതിവുണ്ടില്ല? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അത് നന്നായിട്ടില്ല നീ ഉണ്ടാക്കിയത്, അസത്ത് മറ്റവൾ ഉണ്ടാക്കിയതാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി അത് കേട്ടപ്പോഴത്തേക്ക് അവൾക്ക് ആകെ ദേഷ്യമായി. അത് ശരി, ഞാൻ ഉണ്ടാക്കിയതില്ലാണ്ട് അവള് ഉണ്ടാക്കിയതാ നല്ലതെന്ന് പറയണം. പ്രശ്നമായി, കലഹത്തിന് കാരണമായി. അയാൾ സത്യം പറഞ്ഞതാ, കലഹത്തിന് കാരണമായി. ഇതാ പ്രശ്നങ്ങൾ. അതുകൊണ്ട് ഇതിലൊന്നും പ്രാധാന്യം കൊടുക്കേണ്ട. ഭഗവാൻ എന്താ തരുന്നു? സന്തോഷം. ഈ പ്രപഞ്ചത്തിലൊരു വ്യവസ്ഥയുണ്ട്, ആ വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ട് ഞാനും നീയും ജീവിക്കുന്നു. ഇതറിഞ്ഞാൽ നല്ലത്. എനിക്ക് വരേണ്ടത് എനിക്ക് വരൂ, വേറൊരാൾക്ക് വരേണ്ടത് വരില്ല. എനിക്ക് വരേണ്ടത് എനിക്ക് വരൂ. ഒരു രസകരമായൊരു സന്ദർഭം പറഞ്ഞുതരാം. ഒരിക്കൽ അങ്ങനെ കറങ്ങി കറങ്ങി ഒരു സ്ഥലത്ത് എത്തിയതാണ്. എത്തി ഈ പറഞ്ഞതുപോലെ വളരെ സഞ്ചരിച്ച് നടന്ന് എത്തിയത് കാരണം വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെ ഉണ്ട്. ദാഹം കുറച്ച് കുറഞ്ഞു. ഗംഗാജിയിൽ പോയി വെള്ളം നല്ലോണം കുടിച്ചപ്പോൾ ദാഹമൊക്കെ തീർന്നു. എന്നാലും ഭക്ഷണം കിട്ടിയാൽ തരക്കേടില്ല എന്ന് കലശലായ തോന്നലുണ്ട്. അപ്പോൾ അവിടെ ക്ഷേത്രത്തിൽ പോയി, ക്ഷേത്രത്തിൻ്റെ അടുത്തൊരു സ്ഥലമുണ്ട് ഇരിക്കാൻ. അവിടെ പോയിരുന്നപ്പോൾ മുഴുവൻ കഞ്ചാവിൻ്റെ ആൾക്കാരാ. മുഴുവൻ കഞ്ചാവ് തന്നെ. ഭഗവാനെ, ഇവിടേക്കാണോ ഇപ്പോൾ കൊണ്ടുവന്ന് ഇരുത്തിയത്? സാരല്ല, ഇരിക്കുക തന്നെ. കുറച്ച് കഴിഞ്ഞപ്പോൾ 2 പേരൊഴിച്ച് ബാക്കി എല്ലാവരും അവിടെ നിന്ന് പോയി. എല്ലാവരും പോയി. അപ്പോൾ ഞങ്ങൾ 2 പേരുണ്ട്. ഈ അവിടെ ഉണ്ടായിരുന്ന 2 പേരും ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതവരെ അമ്മ വരണം. അമ്മ വരണ കണ്ടപ്പോൾ തന്നെ നോക്കിയോ, സന്തോഷമായി. വലിയൊരു ടിഫിൻ കാരിയർ ഉണ്ട്. എന്താ അതിൻ്റെ വലുപ്പം? 6 7 തട്ടുണ്ടായിരുന്നു. ഓരോന്നിൻ്റെ വലുപ്പം എത്രയാ? അവർ കൊണ്ടുവന്ന് നോച്ചു. ഇവിടെ ഒരു വലിയ ജഡമുള്ളൊരു സ്വാമി ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ, ഇവിടെ ഉണ്ടായിട്ടില്ല. ഇല്ലേ? ഇല്ല. ഓ, ഈ അമ്മയുടെ മുഖം ആകെ സങ്കടമായി. കുറച്ചു നേരമൊക്കെ അവരവരൊക്കെ ചുറ്റി നടന്നു. അല്ല, ഇവിടെ വലിയ ജഡമുള്ള സ്വാമി ഉണ്ടായിട്ടില്ല എന്നാണ് നിങ്ങൾ പറയണത്? അതെ, ഞങ്ങൾ കള്ളം പറയില്ല, ഇവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പം ഇന്ന് എൻ്റെ വ്രതം പൂർണ്ണമാവില്ലല്ലോ. എന്താ അമ്മ പ്രശ്നം? ഞാൻ വ്രതം നോറ്റിട്ട് വ്രതസമാപ്തിയിൽ സന്യാസിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുക. അപ്പോൾ ഉള്ളിൽ തിരക്കേടില്ലല്ലോ, കിട്ടുന്ന കോളെല്ലാം ഉണ്ട്. അപ്പോൾ സ്വാമി എണീറ്റ് പോയിട്ട് എന്താ ചെയ്യാം? ഇല്ല, ഇവിടെ സ്വാമി ഉണ്ടായിട്ടില്ല. നിങ്ങൾ സ്വീകരിക്കുമെന്നോ? എന്താ സ്വീകരിച്ചാൽ? അപ്പോഴത്തേക്ക് എന്തൊക്കെ വിഭവമെന്നാ വിചാരിച്ചത്? നല്ല പാൽപ്പായസം അടക്കമുണ്ട്. സുഖമായിട്ട് ഞങ്ങൾ 2 പേരും കൂടി കുറച്ച് മറ്റോരും കഴിച്ചു. മുഴുവൻ കഴിച്ചു. ഒരു സാധനം ബാക്കിയില്ല. എത്രയാ റൊട്ടി! ഇപ്പോഴും അതിൻ്റെ സ്വാദ് ഓർമ്മയുണ്ട്. ധാരാളം റൊട്ടിയുണ്ട്, നല്ല ചോറുണ്ട്, കറികൾ 2-3 തരം, പാൽപ്പായസം ഒക്കെ ആയിട്ട്. അമ്മ സന്തോഷമായി, കണ്ണെന്നൊക്കെ ധാരധാരയായിട്ട് സന്തോഷം കൊണ്ട് വെള്ളം പോയി. ഞങ്ങൾ സുഖമായിട്ട് ഭക്ഷണം കഴിച്ചു. ഈ അമ്മ പാത്രം കൊണ്ട് പോവലും വന്നുവല്ലോ ജഡ. അതെ, ജഡസ്വാമി വന്നു. ജഡസ്വാമി കുറച്ചു നേരമൊക്കെ ഇരുന്ന് നോക്കി. അല്ല, ഇവിടെ ആരോ വന്നു. എന്നിട്ട് ഭക്ഷണം കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഞങ്ങൾ കഴിച്ചു. ഇദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചിട്ട്, വല്ലാത്ത ദേഷ്യം പിടിച്ചത്, തമാശ അല്ലാതെ. അദ്ദേഹത്തിന് വലിയ കുണ്ടപ്പടിയുണ്ട്, ശൂലമുണ്ട്. ഭാഗ്യത്തിനൊന്നും ഉണ്ടായില്ല. ഇപ്പൊ പറഞ്ഞൊരു താല്പര്യം, ഞങ്ങൾക്ക് വെച്ചതായത് കൊണ്ടല്ലേ ഞങ്ങൾക്ക് കിട്ടിയത്. അദ്ദേഹത്തിനെ കരുതി കൊണ്ടുവന്നാ കിട്ടിയത്. ആർക്കാ? വേണ്ടവർക്ക് കിട്ടി. അദ്ദേഹം സുഖമായിട്ട് അവിടെ ദിവസവും കഴിക്കുന്ന ആളാണ്. ഞങ്ങൾ വളരെ ദൂരം നടന്ന് അവിടെ എത്തിയ കൂട്ടര്. അപ്പൊ ഞങ്ങൾക്കാ ഭക്ഷണം വേണ്ടത്, അല്ലാണ്ട് ഞാൻ എന്നുള്ള അഹങ്കാരം കൊണ്ടല്ല. അത് അവിടെ ഞങ്ങൾക്കാണ് കൂടുതൽ നല്ലോണം വേണ്ടത്. ചിന്തിക്കുക. അതുകൊണ്ട് എനിക്ക് കിട്ടേണ്ടതൊക്കെ എനിക്ക് കിട്ടും, വേറൊരാൾക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടില്ല. എനിക്ക് കിട്ടുന്നതോട്ട് വേറൊരാൾക്കും പോവില്ല. പിന്നെ എന്തിനാ അസൂയം കുശുമ്പം വെച്ച് നടക്കണത്? ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് പ്രാപ്തേ ന സന്തുഷ്യത. പ്രാപ്തമായാൽ സന്തോഷിക്കാനൊന്നും പോണ്ട, അഥവാ പ്രാപ്തമായതിനെ കൊണ്ട് സന്തോഷിച്ചോളൂ. അങ്ങനെ കഴിയുമ്പോ ശീതോഷ്ണാദിവിഷഹ്യതാം ശീതോഷ്ണാദിവിഷഹ്യതാം. ശീതം
ഉഷ്ണം തുടങ്ങിയവയെ ചാൽ മാനം അപമാനം, പൂജ പരിഭവം, സ്തുതി നിന്ദ, സുഖം ദുഃഖം, ഈ വക ദ്വന്ദ്വങ്ങളെ നല്ലതുപോലെ സഹിച്ചോളൂ. ജീവിതത്തിൽ ഇത്തരം ദ്വന്ദ്വങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ശീതം ഉണ്ടെങ്കിൽ ഉഷ്ണം ഉണ്ടാവും, ഉഷ്ണം ഉണ്ടെങ്കിൽ ശീതം ഉണ്ടാവും. ശീതം മാത്രമേ ഉള്ളൂ വെച്ചാൽ എങ്ങനെയാ ഉഷ്ണം തിരിച്ചറിയുക? ഉഷ്ണം മാത്രമേ ഉള്ളൂ വെച്ചാൽ എങ്ങനെയാ ശീതം തിരിച്ചറിയുക? ആപേക്ഷികമാണ് ഇതൊക്കെ. നമുക്കുണ്ടാവുന്ന സംവേദനങ്ങളൊക്കെ ആപേക്ഷികമാണ്. അവയെ സഹിച്ചേ മതിയാവും. ഇത് സാധകന് മുഖ്യമാണ്. ഇത് ശ്രദ്ധിക്കുക. സഹിക്കല്ലാണ്ട് വല്ല വഴിയുണ്ടോ? പക്ഷെ സമചിത്തതയോടുകൂടി സഹിക്കണം. ഇതിൽ യാതൊരു ശങ്കയുമില്ല. ശീതം ഉണ്ടെങ്കിൽ ഉഷ്ണം ഉണ്ടാവും, ഉഷ്ണം ഉണ്ടെങ്കിൽ ശീതം ഉണ്ടാവും. സുഖം എന്നൊന്നുണ്ടോ? ദുഃഖം ഉണ്ടാവും. മാനമുണ്ടോ? അപമാനം ഉണ്ടാവും. പൂജ ഉണ്ടോ? പരിഭവം ഉണ്ടാവും. സ്തുതി ഉണ്ടോ? നിന്ദ ഉണ്ടാവും. ഇത് ദ്വന്ദ്വാത്മകമാണ് ലോകം. ഈ ദ്വന്ദ്വങ്ങളാൽ നീ ബാധിക്കപ്പെടരുത്. ഇത് ശ്രദ്ധിക്കുക. ശീതം സഹിക്കുമ്പോൾ ആ സഹനത്തിലൂടെ നമുക്ക് ഉയർച്ച ലഭിക്കും. ഉഷ്ണം സഹിക്കുമ്പോൾ ഉഷ്ണത്തിലൂടെ നമുക്ക് ഉയർച്ച ലഭിക്കും. അതെങ്ങനെ ചോദിച്ചാൽ സാധക ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഇത് ശ്രദ്ധിക്കുക. ഇപ്പൊ ജീവിതത്തിൽ വന്നു ചേരുന്ന ദ്വന്ദ്വങ്ങളുടെ മുഴുവൻ ഉപലക്ഷണാർത്ഥമായിട്ടാണ് ഇവിടെ ശീതോഷ്ണാദി എന്ന് പറഞ്ഞത്, അല്ലാതെ മറ്റൊന്നല്ല. വ്യക്താണല്ലോ ഇല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരന്തരം ഈ വക ദ്വന്ദ്വങ്ങൾ ഉണ്ടാവും. സുഖം ഉണ്ടെങ്കിൽ ദുഃഖം ഉണ്ടാവും, ശീതം ഉണ്ടെങ്കിൽ ഉഷ്ണം ഉണ്ടാവും. ഇവയെ സഹിക്കാൻ കഴിയണം, വിശേഷേണ സഹിക്കണം. ആണ് വിഷഹ്യതാം. സഹിച്ചാൽ പോരാ, സഹ്യതാമല്ല, വിഷഹ്യതാം. വിശേഷേണ സഹിക്കണം. ഓരോ ദേശകാലങ്ങൾക്ക് അനുരൂപമായിട്ട് സഹിക്കണം. അവ നമ്മുടെ അന്ധകരണത്തിൽ വികാരം ഉണ്ടാക്കിച്ചൂടാ. അപ്പൊ ഒരാള് നല്ല തണുത്ത് വിറച്ച് കിടക്കുക. അപ്പൊ ഒരാളൊരു കമ്പിളി കൊണ്ടുവന്നു. ആചാര്യം പറഞ്ഞിട്ടുണ്ട് എന്ത് സഹിക്കണമെന്ന്. അത് പറഞ്ഞിട്ടില്ല. അവിടെ സുഖമായി ഉപയോഗിച്ചോളുക. ഇനി കമ്പിളിയല്ല, വേറെ എന്തെങ്കിലും സാഹചര്യം വന്നു, അങ്ങനെ ഉണ്ടാവും സാഹചര്യം. തണുത്ത് പറിച്ച് കിടക്കുക കേട്ടോ, വിറയ്ക്കാണ്, പല്ല് കോട്ടി എറുമ്പാണ്. ഇത് വൃന്ദാവനത്തു നിന്നാണ്. അപ്പോൾ ഒരു അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ഒരു സുഖം. ഒരു ഭാഗത്ത് നല്ല ചൂടുണ്ടല്ലോടേ. നോക്കിയപ്പോൾ കഴുതയാ. അവൻ ചേർന്ന് കിടക്കുക. അവനോ അവളോ നാര് കണ്ടു. അപ്പൊ ചേർന്ന് കിടക്കുക, അല്ലാണ്ടത്. ഈ സമയത്ത് എനിക്ക് ഭഗവാൻ കമ്പിളില്ല, പുതപ്പില്ല, അപ്പൊ കഴുത വന്നില്ലേ? അതൊരു അനുഗ്രഹമല്ലേ? അപ്പൊ കുറെ നേരം അതിനോട് ചേർന്ന് കിടന്ന് നല്ല ചൂടാ. പിന്നെ ബുദ്ധി ഉണ്ടെങ്കിൽ എന്താ വേണ്ടത്? മറ്റേ ഭാഗം തിരിഞ്ഞു കിടക്കുക. അപ്പൊ മറ്റേ ഭാഗം ചൂടായി. ഇത്രയേ ഉള്ളൂ. നേരം രാവിലെയായി. പിന്നെന്ത് വേണം? കഴുത വന്നോ? കഴുതയല്ലേ സ്വാമി? എന്ത് കഴുത? കഴുതയ്ക്ക് എന്താ കുഴപ്പം? പിന്നെ കഴുതന്റെ രോമം, ആടിന്റെ രോമം, അതൊക്കെ പറ്റൂലേ? കഴുതാനോ വന്നു ജീവനോടെ. അതിന്റെ ചൂടെന്താ? സുഖം. ഒരു കുഴപ്പമില്ല. അതിനും സന്തോഷം. ഒരു കൂട്ടുകാരനെ കിട്ടി. നമുക്കും സന്തോഷം, ഒരു കൂട്ടുകാരനെ കിട്ടി. ഇത്രയേ ഉള്ളൂ. തമാശ എന്ന് വിചാരിക്കരുത്. ഇതൊന്നും പുസ്തകം പറഞ്ഞു പറയേണ്ട വിഷയമല്ല. അതാണ് സാധനാ ജീവിതം. അതുകൊണ്ട് ശീതോഷ്ണാദി വിഷഹ്യതാം നതു വൃഥാ വാക്യം സമുച്ചാര്യതാം. സാധകൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വെറുതെ കശപിശ പറഞ്ഞ് ഇരിക്കരുത്. വൃഥാവാക്യം, ഒരർത്ഥമില്ലാത്ത വാക്യം, പ്രയോജനരഹിതമായിട്ട് സംഭാഷണത്തെ ചെയ്യരുത്. എന്ത് വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ അതിന് പ്രയോജനം വേണം. മഹാത്മാക്കള് തമാശ പറയുകയാണെങ്കിലും അതിലൊരു അർത്ഥം ഉണ്ടാവും. പ്രയോജനമില്ലാത്തൊരു വാക്ക് പറയില്ല. വൃഥാവാക്യം ഉണ്ടാവില്ല.
നമ്മൾ സാധനാഘട്ടത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വൃഥാവാക്യം, വെറുതെ ഒരർത്ഥം, ഒരാവശ്യമില്ലാത്ത വർത്തമാനം ഇങ്ങനെ നമ്മളൊന്ന് കണക്കൂട്ടി നോക്കൂ. രാവിലെ തൊട്ട് ഇന്ന് രാത്രി, നാളെ അല്ലാട്ടുക, ഇന്ന് രാത്രി കിടക്കാൻ നേരത്ത് ഒന്ന് നീണ്ടെന്ന് പറഞ്ഞ് കിടന്നിട്ട് ഒന്ന് ആലോചിക്കും, ഇന്ന് രാവിലെ തൊട്ട് ഞാൻ ഈ സമയം വരെ എത്ര വേണ്ടാത്ത വൃഥാവാക്യം പറഞ്ഞു. ഒന്ന് കണക്കെടുത്ത് നോക്കൂ. ഇന്നലത്തെ അല്ല, ഇന്നത്തത് ഓർമ്മ ഉണ്ടാവില്ല. ഇന്നത്തതൊക്കെ ഉണ്ടാവും. ഇല്ല എന്ന് പറഞ്ഞ കള്ളമാണ്. ഇന്ന് രാവിലെ തൊട്ട് എത്ര വേണ്ടാത്ത വർത്തമാനം, മോശമായ വർത്തമാനം അല്ല പറഞ്ഞത്, മറ്റൊരാളെ ദുഃഖിപ്പിക്കുന്ന വർത്തമാനമല്ല പറഞ്ഞത്, അസത്യമല്ല പറഞ്ഞത്, ഒരാവശ്യമില്ലാത്ത വർത്തമാനം എത്ര പറഞ്ഞു. എന്നെ നോക്കും. ഒരു ചാർട്ട് ഉണ്ടാക്കുക, ഡേറ്റ് ഇത്ര, എന്നിട്ട് ഇത്ര എന്ന് എഴുതാൻ ഒരു സ്ഥലം, അങ്ങനെ ഒരു 30 ദിവസത്തെ കണക്കെടുത്ത് നോക്കും. ഒന്നെടുത്ത് നോക്കുക, നമ്മൾ ഞെട്ടിപ്പോവും. അത്രയ്ക്കധികം വേണ്ടാത്ത വർത്തമാനം നമ്മൾ ദിവസവും പറയാറുണ്ട്. എന്നാൽ ഒരു 30 ദിവസം ഈ കണക്കെടുത്താൽ 31-ാമത്തെ ദിവസം എടുത്ത് കുറഞ്ഞു കൊടുക്കും. അത് വേണ്ടാത്ത വർത്തമാനം കുറയും. വേണ്ടാത്ത വർത്തമാനം കുറഞ്ഞാൽ വാക്ശക്തി കൂടും. ഞാൻ പറഞ്ഞ ആരും അനുസരിക്കുന്നില്ല സ്വാമി, ഞാൻ പറഞ്ഞ മക്കൾ പോലും കേൾക്കണില്ല, വാക്ശക്തി ഇല്ലാത്തതുകൊണ്ടാ. കുറ്റം മക്കളെടുത്തല്ല, എൻ്റെ അടുത്താ. ഞാൻ പറഞ്ഞിട്ട് എൻ്റെ മോൾ അനുസരിക്കുന്നില്ലെങ്കിൽ, എൻ്റെ മോൻ അനുസരിക്കുന്നില്ലെങ്കിൽ കുറ്റം മോൻ്റെതല്ല, മോളുടേതല്ല, പിന്നെ എൻ്റെ വാക്കിന് ബലമില്ല. വാക്കിന് ബലമില്ലാത്ത അവൻ്റെ കുറ്റമാണോ അവളുടെ കുറ്റമാണോ? അല്ല എൻ്റെ കുറ്റമാണോ? എൻ്റെ കുറ്റമാണ്. സത്യനിഷ്ഠ പാലിക്കുന്നവരുടെ, വൃഥാവാക്യം ചെയ്യാത്തവരുടെ വാക്കിനേ ബലം ഉണ്ടാവുള്ളൂ. കനപ്പിച്ച് പറഞ്ഞുകൊണ്ടൊന്നും ബലം ഉണ്ടാവില്ല. അത് ശ്രദ്ധിക്കുക. ചിലർ അങ്ങനെ ഉണ്ട്, കനപ്പിച്ച് പറയും, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. വാക്കിന് ബലം വേണമെങ്കിൽ ആ വാക്ക് ഉള്ളിൽ നിന്ന് വരുന്ന വാക്കായിരിക്കണം. ഉള്ളിൽ നിന്ന് വരുന്ന വാക്കായിരിക്കണം. അതിന് സത്യത്തിൻ്റെ, ആചാരശുദ്ധിയുടെ ബലം ഉണ്ടാവണം. വൃഥാവാക്യം ചെയ്യരുത്. ഏതായാലും ഈ പരിശോധന ഒന്ന് ചെയ്താൽ തിരക്കിടില്ല. അപ്പം 30 ദിവസം അവിടെ നിൽക്കട്ടെ, ഇന്ന് ഒന്ന് നോക്കാലോ. ഇന്ന് രാത്രി ഇപ്പോൾ കിടക്കാൻ നേരത്തെ ഒന്ന് ആലോചിച്ച് നോക്കാലോ, എത്ര വേണ്ടാത്ത വാക്കുകൾ ഞാൻ ഇന്ന് രാവിലെ തൊട്ട് പറഞ്ഞു എന്നുള്ളത്. ഇപ്പോൾ രാവിലെ തൊട്ട് നിങ്ങോട്ട് പോരേണ്ടി വരും. സാധിക്കും, സുഖമായിട്ട് സാധിക്കും. അത് ശീലം കൊണ്ട് സാധിക്കും. നമ്മൾ മറ്റെന്തിൻ്റെയൊക്കെ കണക്കെടുക്കുന്നുണ്ട് ഇല്ലേ? ഇത്ര പൈസ കിട്ടാണ്ട്, ഇത്ര പൈസ ഒന്ന് രാവിലെ തൊട്ട് ഞാൻ കുറച്ച് ചിലവാക്കി. അന്നേരം എഴുതാത്ത ആൾക്കാർ ഒക്കെ അങ്ങനെ എഴുതുന്ന ശീലമുള്ളവരാണെങ്കിൽ വൈകുന്നേരം ഇരുന്ന് ആലോചിച്ച് എഴുതാറുണ്ട്. രാവിലെ തൊട്ട് നോക്കാം അല്ലേ? എന്നാൽ പിന്നെ സ്വന്തം കാര്യം ഒന്ന് എഴുതിക്കൂടെ? എന്നിട്ട് പോലെ മറ്റുള്ളവരുടെ കാര്യമൊക്കെ. അതുകൊണ്ട് ഇത് വളരെ പ്രധാന സാധനയാണ്. നതുവൃഥ വാക്യം സമുച്ചാര്യതാം ഔദാസീന്യമഭീപ്സ്യതാം. ഔദാസീന്യമഭീപ്സ്യതാം. ഔദാസീന്യം, ഉദാസീനസ്യ ഭാവം. ഉദാസീനഃ ന കശ്ചിത് പക്ഷം ഭജതേ ഇതി ഉദാസീനഃ. കസ്യചിദപി പക്ഷം ന ഭജതേ. ആരുടെയും പക്ഷം ഭജിക്കാത്തവൻ. തനിക്ക് തൻ്റെ പക്ഷമുണ്ട്, പിന്നെ വേറൊരുത്തൻ്റെ പക്ഷമുണ്ട്. ഉദ് ആസീനഃ, ഉയർന്നിരിക്കുന്നവനാ. ശബ്ദം ഉണ്ടായത് തന്നെ ബഹുരസമാണ്. ഉദാസീനഃ, അവൻ ഉയർന്നിരിക്കുന്നവനാ. 2 പക്ഷങ്ങളുണ്ടെങ്കിൽ 2 പക്ഷത്തുനിന്ന് ഉയർന്നിരിക്കുന്നവനാ. അവൻ ആരുടെയും പക്ഷം ഭജിക്കുന്നില്ല. പരസ്പരം കലഹിക്കുന്ന 2 കൂട്ടരുണ്ടാവും, 2 പക്ഷത്തിലും അവനില്ല. ഒരു പക്ഷവും പിടിക്കാൻ പോണില്ല. എന്തുകൊണ്ട്? ഉയർച്ച താഴ്ച ഇല്ലാത്തൊരു പക്ഷത്തിലാണ് അവനവനുള്ളത്. അവിടെ ഉയർച്ചയും ഇല്ല, താഴ്ചയും ഇല്ല. അവിടെ പക്ഷഭേദം ഇല്ല. ഈ പക്ഷഭേദങ്ങളൊക്കെ എവിടെയാണുള്ളത്? തീർത്തും വ്യാവഹാരിക തലത്തിലേ ഉള്ളൂ. കുറച്ച് നമ്മുടെ വിധാനം ഒന്ന് ഉയർന്നു കഴിഞ്ഞാൽ, കുറച്ച് കിലോമീറ്റർ മുകളിൽ പോയിട്ട് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താ ഉള്ളത്? വല്ല വേലിയുണ്ടോ, മതിലുണ്ടോ? ഒന്നുമില്ല. വേലി മതിലൊക്കെ അപ്രസക്തമായി. ഇവിടുന്ന് നോക്കുമ്പോൾ സഹോദരൻ അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ട് കൊടുവാൾ കൊണ്ട് വെട്ടുകയാണ്. എന്തിനാ? വേലിൻ്റെ അപ്പുറത്ത് ഇതെൻ്റെ പറമ്പ്, ഇതെൻ്റെ പറമ്പ്. ശരി, മുകളിൽ പോയി നോക്കിയാൽ ഒന്നുമില്ല, ഒക്കെ ഒറ്റ പച്ച. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് കസ്യചിദപി പക്ഷം ന ഭജതേ. ആരുടെയും പക്ഷത്തെ ഭജിക്കുന്നില്ല, അവനാണ് ഉദാസീനൻ. ഈ ഉദാസീന ഭാവത്തെ നീ ആശ്രയിച്ചാലും
വളരെ പ്രധാനമാണ് സാധകന്. വളരെ പ്രധാനമാണ്. ജനകൃപാ നൈഷ്ഠുര്യമുസൃജ്യതാം. ജനകൃപാ നൈഷ്ഠുര്യമുസൃജ്യതാം. ജനങ്ങളിലുള്ള കൃപയും നിഷ്ഠുരതയും രണ്ടും ഉത്സൃജ്യതാം ഉപേക്ഷിച്ചാലും, അഥവാ ജനങ്ങളുടെ കൃപാഭാവത്തെ ലഭിക്കാനും നിഷ്ഠുരഭാവത്തെ ഇല്ലാതാക്കാനും ഉള്ള ചിന്തയെ ഉപേക്ഷിച്ചാലും, രണ്ടും രണ്ട് വ്യാഖ്യാനവും ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ജനങ്ങളോട് കൃപയും വേണ്ട, നിഷ്ഠുരതയും വേണ്ട, രണ്ടും വേണ്ട. അയ്യോ എൻ്റെ സ്വാമി, ഇത് മഹാദുഷ്ടനാണല്ലോ നിങ്ങൾ ഈ പറയണത്. ഒരു കഷ്ടപ്പാടൊക്കെ കാണുമ്പോൾ ഒരു കൃപ വേണ്ടേ? നീ ആരുടെ കൃപ ഉണ്ടാവാൻ? നിനക്കെന്താ അധികാരം മറ്റുള്ളവരുടെ കൃപ ഉണ്ടാവാൻ? ലോകത്തിലെല്ലാം ഉണ്ടാവും, സുഖവും ദുഃഖവും മാനവും അപമാനവും എല്ലാം ഉണ്ടാവും. നീ കൃപ കാണിക്കാൻ നീ ആര്? നിഷ്ഠുരത ചെയ്യാൻ നീ ആര്? നീ നിന്റെ പണിയായിട്ട് കഴിഞ്ഞോളാം. ഇത് വളരെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയിട്ടുള്ളൊരു ഉപദേശമാണ്. എന്നാലും ശങ്കരാചാര്യസ്വാമികൾ ആള് ക്രൂരൻ തന്നെയാണ്. സേവാപ്രവർത്തനമൊന്നും ചെയ്യണില്ല. ഇതിൽ യാതൊരു മാറ്റി പറയാനും തയ്യാറില്ല. ഈ തലത്തിലുള്ള സാധകൻ ഒരു കൃപയും ചെയ്യാൻ പോണ്ട, നിഷ്ഠുരതയും ചെയ്യാൻ പോണ്ട. അതൊക്കെ വേറെ തലങ്ങളിൽ ചെയ്യേണ്ടതാണ്. കർമ്മയോഗികളായിട്ടുള്ളവർ ചെയ്തോട്ടെ. നീയും കർമ്മയോഗത്തെ ആശ്രയിച്ച് ജീവിക്കണോ? നീ ചെയ്തോളൂ. അവിടെ ഇതല്ല ഉപദേശം കൊടുക്കുക. എല്ലാവർക്കും ഒരു ഉപദേശമല്ല, എല്ലാ ക്ലാസ്സിലും ഒരു ഉപദേശമല്ല. ഒരേ ആചാര്യൻ തന്നെ വ്യത്യസ്ത ക്ലാസ്സുകളിൽ വ്യത്യസ്ത രീതിയിലാണ് പാഠങ്ങൾ എടുക്കുന്നത്. ഇപ്പൊ കർമ്മയോഗ ഉപദേശം ഇതല്ല. ഇനി ഒരു സിദ്ധനായ മഹാത്മാവ് സ്വയം കൃപ കൊണ്ട്, അഹൈതുകമായ കൃപ കൊണ്ട് പല സേവകളും ചെയ്യും, അത് വേറെ വിഷയം. പക്ഷെ ഇവിടെ ഈ തലത്തിൽ നീ ലോകസേവനം എന്ന് പറഞ്ഞിട്ടോ ലോകനിഷ്ഠ ഐശ്വര്യം എന്ന് പറഞ്ഞിട്ടോ പ്രവർത്തിക്കാൻ പോണ്ട. നീ നിന്റെ തത്വാനുസന്ധാനം ചെയ്ത് കഴിഞ്ഞോളാം. ഒരു സാധകന്റെ ജീവിതത്തിൽ നിശ്ചയമായും ഒരു തപസ്സിൻ്റെ എല്ലാ വ്യവഹാരങ്ങളിൽ നിന്നും ബാഹ്യമായിരിക്കുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ടൊന്ന് അംഗീകരിച്ചേ മതിയാവും. പരമമായ ആനന്ദത്തെ നൽകിക്കൊണ്ട് പറക്കുന്ന ഏതൊരു ചിത്രശലഭത്തെ കണ്ടാലും അതിൻ്റെ ജീവിതത്തിൽ ഒരു പ്യൂപ്പാദശയുണ്ട്. ആ പ്യൂപ്പാദശ കടന്നിട്ടാണ് ചിത്രശലഭമായിട്ടുള്ളത്. അത് മഹാ കഷ്ടം കേട്ടോ, ആരുടെ കാര്യം നോക്കാണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക ഒരു കൂടിൻ്റെ ഉള്ളിൽ എന്ന് അതിനെ ആരും ആക്ഷേപിക്കാറില്ല. അതിനു മുമ്പ് ലാർവാദശയാണ്. ഇഷ്ടംപോലെ തിന്നാൻ വേറെ ഒരു പരിപാടിയില്ല. എന്തു തീറ്റിയാണ് ഭഗവാനെ! അതെ, പകലും തിന്നും രാത്രിയും തിന്നും. ഇതുപോലത്തെ ഒരു ജന്തു വേറെ ഇല്ല. വേറെ ഒരു ജന്തുക്കളും ഈ രണ്ട് സമയത്തും കഴിക്കണവരില്ല. ആകെ കൂടെ രണ്ട് സമയത്തും കഴിക്കണ ഒറ്റ ജന്തു ലാർവ മാത്രമാണ്. അത് കഴിച്ചുകൊണ്ടിരിക്കും, മുഴുവൻ സമയവും ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കും. ഒരൊറ്റ നിർത്തല കഴിഞ്ഞു. അതുവരെ അത് ഭക്ഷണം കഴിച്ച അതേ ചെടിയിൽ തന്നെ ആയിരിക്കും ഒരു പ്യൂപ്പയായിട്ട് തൂങ്ങിക്കിടക്കുക. നല്ല ഭക്ഷണം കഴിക്കുമോ? ഒന്നുമില്ല. തപസ്സാണ്, വേറും തപസ്. ലോകബാഹ്യനാണ്. എന്ത് ചുറ്റും നടന്നാലും പ്രശ്നമല്ല. അത് പൊട്ടിപ്പളർന്ന് ചിത്രശലഭമായി പുറത്തു വന്നു. ഏതൊരു മഹാത്മാവിൻ്റെ ജീവിതത്തിലും നിശ്ചയമായും ഈ ഒരു പ്യൂപ്പാദശ ഉണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ജനകൃപ നൈഷ്ഠുര്യം ഉത്സൃജ്യതാം എന്നുള്ള ആചാര്യപാദങ്ങളുടെ ഉപദേശം ഇത് തെറ്റാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റിപ്പോയി. ഇതിലൂടെ കടന്നു വന്ന മഹാന്മാരാണ് അഹൈതുക കൃപാനിധികളായി പ്രവർത്തിച്ചിട്ടുള്ളവരൊക്കെ. അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അത് ശ്രദ്ധിക്കുക.
ഇത് ഈ ഉപദേശത്തിന്റെ പേരിൽ എത്ര ആക്ഷേപം കേട്ടിട്ടുണ്ടെന്നറിയോ ഈ കൃതി. ജനകൃപ ഐശ്വര്യ മുസൃജ്യതാം. ഐശ്വര്യ മുസൃജ്യത എന്ന് പറഞ്ഞാൽ മനസ്സിലായി, ജനങ്ങളുടെ നിഷ്ഠുരത ചെയ്യാൻ പാടില്ല, പക്ഷെ കൃപ ചെയ്യണ്ടേ? കൃപ ചെയ്യേണ്ടതാണ്. ഒരു കൃപയും വേണ്ട, കൃപയും വേണ്ട, നിഷ്ഠുരതയും വേണ്ട. നീ നിന്റെ പണി എടുത്തോളാം. ഓരോരുത്തരും അവനവന്റെ പണി എടുത്തോളാം. ഇത് ശ്രദ്ധിച്ചാൽ നല്ലത്. കൃപയ്ക്ക് നീ ആര്? ഏതുപോലെ ചോദിച്ച നോക്കൂ, ഒരു പാമ്പ് ഒരു തവളയെ പിടിക്കാൻ പോവാ. ഞാൻ കാണുന്നു, അയ്യോ പാവം, തവളയുടെ ജീവിതം അപകടത്തിലായല്ലോ, ഇപ്പം എൻ്റെ കർത്തവ്യമാണ് അതിനെ രക്ഷിക്കേണ്ടത്. ആണോ അല്ലയോ? അല്ല, അത് പ്രപഞ്ച നിയമമാണ്. അത് രക്ഷിക്കാൻ ഞാനാണല്ല. പാമ്പിനെ ഓടിക്കാൻ എനിക്ക് അധികാരമില്ല. നേരെ മറിച്ച് ഞാൻ ഇരിക്കുക ഒരു സ്ഥലത്ത്, അപ്പൊ തവള ചാടി മടിയിൽ വന്നു. മുഖത്തേക്ക് നോക്കി, സ്വാമി രക്ഷിക്കണേ എന്നതിൻ്റെ ഭാവം. പിന്നാലെ പാമ്പുണ്ട്. പാമ്പേ, നീ അവനെ തൊടാൻ പാടില്ല, കാരണം അവൻ എൻ്റെ മടിയിൽ കയറി എന്നെ ആശ്രയിച്ചു, നീ പോയിക്കോ എന്ന് പറയാൻ എനിക്ക് അധികാരമുണ്ട്. രണ്ടും രണ്ടാണ്. കാരണം ഇത് പറയാൻ കാരണം ചിലപ്പോൾ ആരെങ്കിലും ശിബിയുടെ കഥയും പറഞ്ഞ് ചോദ്യം ചോദിച്ചുകൂടാന്നില്ല. സ്വാമി ശിബി പ്രാവിൻ്റെ തൂക്കത്തിന് തുല്യ മാംസം കൊടുത്തില്ലേ എന്നൊക്കെ ചോദിക്കും. അല്ലെ മടിയിൽ വന്ന് ഇരുന്നോണ്ടാ, അല്ലാണ്ട് വേറെയല്ല, തന്നെ ആശ്രയിച്ചത് കൊണ്ടാണ്. അല്ലാതെ ഈ പ്രപഞ്ചത്തിനൊരു നിയമമുണ്ട്, അത് കൈ കടത്താൻ ഞാനാളല്ല. അതുകൊണ്ട് കൃപാശബ്ദത്തെ ഒന്നും തെറ്റിദ്ധരിക്കാൻ പാടില്ല. വ്യക്തമാണല്ലോ? ജനകൃപ നൈഷ്ഠുര്യം ഉത്സൃജ്യതാം. നല്ലപോലെ ശ്രദ്ധിക്കുക. വാക്യാർത്ഥശ്ച വിചാര്യതാം ശ്രുതിമതസ്തർക്കോനുസന്ധീയതാം ബ്രഹ്മൈവ ദുസ്തർക്കാസു വിരമ്യതാം ശ്രുതിമതസ്തർക്കോനുസന്ധീയതാം ബ്രഹ്മൈവാസ്മി വിഭാവ്യതാമഹരഹർഗർവഃ പരിത്യജ്യതാം ദേഹോഹം അതിരുജ്യതാം ബുധജനൈർവാദഃ പരിത്യജ്യതാം ക്ഷുദ്വ്യാധിശ്ച ചികിത്സ്യതാം പ്രതിദിനം ഭിക്ഷൗഷധം ഭുജ്യതാം സ്വാദ്വന്നം നതു യാച്യതാം വിധിവശാത് പ്രാപ്തേന സന്തുഷ്യതാം. അല്ലെങ്കിൽ പ്രാപ്തേ ന സന്തുഷ്യതാം. ഒന്ന് അകറ്റി എഴുതണം, അത്രയേ ഉള്ളൂ. വേറെ വൃത്തത്തിലൊന്നും ഭംഗം വരില്ല. ശീതോഷ്ണാദിവിഷഹ്യതാം നതു വൃഥാ വാക്യം സമുച്ചാര്യതാം ഔദാസീന്യമഭീപ്സ്യതാം ജനകൃപാ നൈഷ്ഠുര്യമുത്സൃജ്യതാം.